രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, നമുക്ക് ഫാറ്റി ലിവർ മുഴുവനായിട്ട് മാറ്റാം. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രശ്നമാകുന്നു, പിന്നീട് അങ്ങോട്ട് പോകും തോറും നമ്മുടെ കരള് പ്രവർത്തിക്കാത്ത നിലയിലേക്ക് എത്തുന്നു. ഇത് ലക്ഷണങ്ങളില്ല എന്നതുകൊണ്ട് തന്നെ പലരും അറിയാതെ പോവുകയും ചെയ്യുന്നു. ഇത് പൂർണ്ണമായി മാറ്റാനായിട്ട് കഴിയും. ഞാൻ ഡോക്ടർ ഷോഡി. ഫാറ്റി ലിവർ, ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് കഴിയും. പ്രധാനമായിട്ടും ഗ്രേഡ് 1, ഗ്രേഡ് 2 ഫാറ്റി ലിവർ. 3 കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഫാറ്റി ലിവറിനെ ഭയക്കണം. 1, ലക്ഷണങ്ങൾ ഇല്ലാതെയാണ് സാധാരണയായിട്ട് ഫാറ്റി ലിവർ ഉണ്ടാവുക. 2, 4 ഒരാൾക്ക് ഫാറ്റി ലിവർ കാണാറുണ്ട്. 3, ചെറിയ കുട്ടികളുടെ വരെ ഫാറ്റി ലിവർ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഞാൻ ഈ ഫാറ്റി ലിവറിനെ പറ്റി ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുകളിൽ കാർഡായിട്ട് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതൊന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വീഡിയോയിൽ ഞാൻ ഫാറ്റി ലിവർ എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെയുള്ളവർക്കാണ് ഇത് ഉണ്ടാവുക തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ പൊതുവായിട്ട് ലക്ഷണങ്ങളൊന്നും കാണിക്കാതെയാണ് ഉണ്ടാവുക. പക്ഷെ ഇത് കാലക്രമേണ നമ്മുടെ കരളിനെ ബാധിക്കുന്നു, കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രശ്നമാകുന്നു, പിന്നീട് അങ്ങോട്ട് പോകും തോറും നമ്മുടെ കരള് പ്രവർത്തിക്കാത്ത നിലയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഇത് കണ്ടുപിടിച്ച് നമ്മൾ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് പൂർണ്ണമായി മാറ്റാനായിട്ട് കഴിയും. 2 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, നമുക്ക് ഫാറ്റി ലിവർ മുഴുവനായിട്ട് മാറ്റാം. അതിൽ ഒന്നാമത്തേതാണ് നമ്മുടെ ജീവിതശൈലി നേരെയാക്കുക എന്നത്. ജീവിതശൈലിയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. 7 മുതൽ 10% വരെ നമ്മൾ വെയിറ്റ് കുറച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഗണ്യമായ രീതിയിൽ കുറയുന്നതാണ്. അപ്പൊ നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. അത് നമുക്ക് രണ്ടാമതായിട്ട് പറയാം. എക്സസൈസ്, യോഗ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ദിവസവും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് വെച്ച് ഒരു എക്സസൈസും ചെയ്യുന്നില്ല, ഒരു വ്യായാമം ഇല്ലാത്ത ഒരാള് ഞാൻ ഫാറ്റി ലിവർ നാളെ കൊണ്ട് കുറയ്ക്കുമെന്ന് വിചാരിച്ച് പിറ്റേന്ന് ഒരു 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അത് നമുക്ക് ദോഷമായി ബാധിക്കുകയുള്ളൂ. മറിച്ച് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള സമയം മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരികയാണ് വേണ്ടത്. ഇന്ന് നിങ്ങൾ 15 മിനിറ്റ് ചെയ്യുന്നു, നാളെ 30, പിന്നെ 45, പിന്നെ 1 മണിക്കൂർ, അങ്ങനെ കൂട്ടി സമയം കൊണ്ടുവന്ന് കൃത്യമായ രീതിയിൽ നമ്മൾ എക്സസൈസ് അല്ലെങ്കിൽ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ച കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ മുഴുവനായി മാറും എന്ന് വിചാരിക്കരുത്. ഒരു 1.5 മാസം നമ്മൾ ചെയ്തതിന് ശേഷം വീണ്ടും സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ റിസൾട്ട് നന്നായിട്ട് കുറഞ്ഞതായിട്ട് കാണാനായിട്ട് കഴിയും. മറ്റൊരു കാര്യമാണ് നന്നായിട്ട് ഉറങ്ങുക എന്നത്. ഉറക്കം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒന്നാണ്. ഉറക്കക്കുറവുള്ളവർക്ക് ഫാറ്റി ലിവർ കൂടി വരും. അതേപോലെ സ്ട്രെസ്സും നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവാം. നമ്മുടെ ഭക്ഷണം. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത്, ഒരുപാട് പേര് ഇതിനെപ്പറ്റി സംശയം ചോദിക്കാറുമുണ്ട്. നമുക്കിത് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ A മുതൽ H വരെയുള്ള അക്ഷരങ്ങളിൽ ഓരോന്നായിട്ട് ഓർക്കാം. അപ്പൊ എയിൽ ഞാൻ പറയാൻ പോകുന്നത് ആപ്പിൾ ആണ്. ആപ്പിൾ നമ്മുടെ ഫാറ്റി ലിവറിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. ആപ്പിൾ സിഡർ വിനേഗറിലാണ് നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കാറുമുണ്ട്. ബാക്കി എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാവുന്നതാണ് ഫാറ്റി ലിവറിൽ. ഒരുപാട് മധുരം കൂടാതെയായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ബി കൊണ്ട് ബാർലി, അതായത് യവം. നമ്മൾ ബാർലി ഇട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ബിയില് കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ബേക്കറിയിൽ നിന്നിട്ടുള്ള നമ്മൾ പലഹാരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. ബിസ്ക്കറ്റ്, കേക്ക് പോലെയുള്ളതെല്ലാം ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇനി സിയിൽ കറി ലീവ്സ്, അതായത് കറിവേപ്പില നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാം, ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താം. ഇനി നമ്മൾ ചട്നിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ നമുക്ക് കഴിക്കാം. സിയിൽ ഒഴിവാക്കേണ്ടത് ഹൈ കാലറി അടങ്ങിയിട്ടുള്ള, കാലറി ഒരുപാടായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാട് നമ്മൾ കഴിക്കാൻ പാടില്ല, അതും കുറയ്ക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ഡിയിൽ ഞാൻ പറയാൻ പോകുന്നത് രോഗമാണ്, അത് ഡയബറ്റീസ്. ഡയബറ്റീസ് ഉള്ളവർ ഇത് കൂടാതെ നോക്കണം. കാരണം ഡയബറ്റീസ് കൂടിക്കഴിഞ്ഞാൽ ഫാറ്റി ലിവറും കൂടും. അപ്പം അങ്ങനെയുള്ളവര് നമ്മളിത് എപ്പോഴും കൺട്രോളിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു ഒപ്പിക്കലാണ് ഇലക്കറികൾ നമുക്ക് കൂടുതലായിട്ട് കഴിക്കാം. അത് ഫാറ്റി ലിവറെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി എഫിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ എഫിൽ നമ്മൾ ഒരുപാട് ഫൈബേഴ്സ്, അതായത് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. എഫിൽ ഒഴിവാക്കേണ്ടതാണ് ഫാറ്റ്, പ്രത്യേകിച്ച് ട്രാൻസ് ഫാറ്റ്, കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇനി ജി നമുക്ക് നോക്കാം. ജിയിലേക്കും ഗോതമ്പാണ്. ഞാനത് ആ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി ഞങ്ങൾ പറയാണ്. ഗോതമ്പ് നല്ലതാണ് ഫാറ്റി ലിവറിൽ. ഗോതമ്പ് നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്.
അല്ലെങ്കിൽ ഗോതമ്പ് ദോശ പോലെയൊക്കെ നമുക്ക് ആ രീതിയിൽ കഴിക്കാവുന്നതാണ്. അടുത്ത അക്ഷരം എച്ച് ആണ്. എച്ച് ഹണി, അതായത് തേൻ. തേൻ ഫാറ്റി ലിവർ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതും നമ്മൾ ലിമിറ്റ് വെച്ച് കഴിക്കണം. ഒരുപാട് തേൻ ആവാനും പാടില്ല, പക്ഷെ ലിമിറ്റ് വെച്ച് നമ്മൾ തേൻ കഴിക്കാവുന്നതാണ്. എച്ചിൽ ഒഴിവാക്കേണ്ടതാണ് ഹെവി ഫുഡ്, അതായത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ. പ്രധാനമായിട്ടും നമ്മൾ രാത്രി ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയല്ല. അപ്പം എന്താ പ്രശ്നം ഉണ്ടാവാന്ന് വെച്ചാൽ നമ്മൾ ഈ ഭക്ഷണം കഴിച്ച് പിന്നീട് നമ്മൾ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങുന്നു. ഇങ്ങനെയാവുമ്പോൾ നമ്മൾ ആ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നില്ല. അത് വീണ്ടും നമ്മുടെ ഫാറ്റി ലിവർ കൂട്ടാനായിട്ട് കാരണമാകുന്നു. അതുകൊണ്ട് ഹെവി ഫുഡ്, ഒരുപാട് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. ഇതല്ലാണ്ട് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങളുണ്ട്. ജങ്ക് ഫുഡ്സ് നമ്മൾ ഒഴിവാക്കണം. പിസ്സ, ബർഗർ പോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്തായാലും ഒഴിവാക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹെവി ഫുഡ്സ് ഒഴിവാക്കണം. അപ്പൊ നമ്മൾ അതിന്റെ അർത്ഥം ലൈറ്റ് ഫുഡ്സ്, ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം. ഉദാഹരണം വെജിറ്റബിൾസ്, സാലഡ്സ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ നമുക്ക് കഴിക്കാം. പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ മറ്റൊരു കാര്യം നമ്മൾ ഫാറ്റി ലിവറിന് പറയാനുള്ളതാണ് മെഡിറ്ററേനിയൻ ഡയറ്റ്. ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്നത് പ്രധാനമായിട്ടും ഒമേഗ-3 ഫാറ്റി ആസിഡ്സ്, പിന്നെ മ്യൂഫ, അതായത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഒരു ഉദാഹരണമാണ് ഒലീവ് ഓയിൽ. പിന്നെ അതിൽ പറയുന്നത് നമ്മൾ നട്ട്സ് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ഫ്രൂട്ട്സ് നമുക്ക് ഉൾപ്പെടുത്താം. പയറുവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം, അതും ഇതിൽ ഉൾപ്പെടും. പിന്നെ വരുന്നത് നമുക്ക് മീൻ പറയുന്നുണ്ട്, അതേപോലെ പച്ചക്കറികൾ പറയുന്നുണ്ട്. റെഡ് മീറ്റ് ഒഴിവാക്കാനാണ് പറയുന്നത്. അതേപോലെ മധുരം നമ്മൾ കുറവായിട്ടാണ് കഴിക്കേണ്ടത്. ഇതാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്കിപ്പം അരി ഉപയോഗിക്കുന്ന സമയത്ത് ബട്ടേരിയാണ് ഫാറ്റി ലിവറിന് സഹായിക്കുന്നത്, അതായത് ഫാറ്റി ലിവർ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. മഞ്ഞൾ നല്ലതാണ്. അതേപോലെ മോര്, വെണ്ണ മാറ്റിയ മോര് നല്ലതാണ്. അതിന്റെ ഒപ്പം ഒരു കുറച്ച് കറിവേപ്പില, ഇഞ്ചി, ചുവന്നുള്ളിയൊക്കെ അല്പം അരച്ചു ചേർത്ത് അത് ഓരോ ഗ്ലാസ് കുടിക്കുന്നത് നല്ലതാണ്. ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഫാറ്റി ലിവർ. ഇത് ലക്ഷണങ്ങളില്ല എന്നതുകൊണ്ട് തന്നെ പലരും അറിയാതെ പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അവർക്കും ഈ ഒരു അറിവ് പകർന്നു കൊടുക്കുക. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. താങ്ക് യു.